പെയ്ഡ് ആപ്പിൻ്റെ ക്രാക്കുകൾ 100% സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഐഫോൺസിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നൊരു വീഡിയോ അത് ചെയ്തു തരാൻ പോകുന്നത്. ആകെ നമുക്ക് ആവശ്യമുള്ളത് ഒരു USB ടൈപ്പ് സി ടു ലൈറ്റ്നിങ് ആണെങ്കിൽ ലൈറ്റ്നിങ്, ടൈപ്പ് സി ടു ടൈപ്പ് സി ആണെങ്കിൽ ടൈപ്പ് സി. ഏത് കേബിൾ ആയാലും എങ്ങനെയായാലും നിങ്ങളുടെ ഒരു ഐഫോൺ ലാപ്പായിട്ട് കണക്റ്റഡ് ആവുക, നിങ്ങളുടെ ലാപ്ടോപ്പ് ഐഫോണിനകത്ത് ട്രസ്റ്റഡ് ആക്കി വെക്കുക. ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കാം. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കൊരു 3 ഫയൽ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഒന്ന് സൈഡ് ലോഡ്ലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശേഷം നിങ്ങളുടെ ഐട്യൂൺസിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശേഷം നമ്മുടെ iCloudൻ്റെ ആപ്പിൾ അപ്ഡേറ്റ്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഐട്യൂൺസ് ആണെങ്കിൽ ഐട്യൂൺസും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നമ്മുടെ iCloud ആണെന്നുണ്ടെങ്കിൽ iCloudും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ശേഷം ഞാൻ തരുന്ന ലിങ്കിൽ കൂടെ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അഥവാ നമ്മുടെ ആപ്പിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഡൗൺലോഡ് ലിങ്കിൽ നിന്ന് നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ഫയൽ വെച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ PCക്കകത്ത്. ഞാനിപ്പോൾ കറൻ്റ് ഓൾറെഡി 3 സോഫ്റ്റ്വെയർസും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3 ഇൻസ്റ്റാളേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വീഡിയോ ലെങ്ത് അധികം കൂട്ടായിരിക്കാനാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് പെട്ടെന്ന് കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ പരിപാടി എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കും. 3 ലിങ്കും കൊണ്ട് ചുമ്മാ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ സാധാരണ ഏത് സോഫ്റ്റ്വെയറാണ് ഇൻസ്റ്റാൾ ചെയ്യണേ അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓർഡർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് iCloud ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം iTunes ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് സക്സസ്ഫുള്ളി ഇതായി കഴിഞ്ഞിട്ട് iCloud ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ PC ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. റീസ്റ്റാർട്ടും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സൈഡ് ലോഡിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആവില്ല സംഭവം. ശേഷം സൈഡ് ലോഡിൽ ഇൻസ്റ്റാൾ ചെയ്യുക. സൈഡ് ലോഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സൈഡ് ലോഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇതിനകത്ത് ഡെസ്ക്ടോപ്പിനകത്ത് ഓപ്പണായി കിടപ്പുണ്ടാവും. ഓപ്പണായി കിടക്കുന്നത് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ കറൻ്റ്ലി നമ്മുടെ വയർ വെച്ച് എൻ്റെ iPhone 12 കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും സെറ്റോക്കോസ് iPhone എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റ് USB അറ്റ് വൈഫൈ എന്ന് പറഞ്ഞുകൊണ്ട് 2 കണക്റ്റഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ USB വഴിയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആപ്പിൾ ID വെച്ച് ലോഗിൻ ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ആപ്പിൾ ID ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നേരത്ത് എൻ്റർ യുവർ ആപ്പിൾ ID ഹിയർ എന്ന് പറഞ്ഞ് ചോദിക്കും. ശേഷം നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു IPA ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. IPA ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലൈക്ക് നമ്മുടെ ആൻഡ്രോയിഡിനകത്ത് APKs ഉള്ളതുപോലെ തന്നെ IPA ഇത് ചെയ്യാം. ഇതിൻ്റെ IPA ഫയലാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു ഫയലിൻ്റെ IPA, അതായത് ആ ഒരു ആപ്പിൻ്റെ IPA ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് IPA ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഞാൻ കുറച്ച് ആപ്പുകളുടെ IPA ഫയൽസ് കറൻ്റ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഓൾറെഡി IPA എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോർമാറ്റിൽ ആപ്സ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നു, ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ശേഷം ഈ ഒരു IPA എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച IPA ഏതാണോ, നിങ്ങൾക്ക് ഏത് IPA ആണോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ജസ്റ്റ് അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ എനേബിൾ ആയിട്ട് കിട്ടും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഓപ്പൺ ആക്കുന്നത് അഥവാ ഇൻസ്റ്റാൾ ആക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ പാസ്വേഡ് ആപ്പിൾ IDയുടെ പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു വരും. ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ആപ്പിൾ IDയുടെ പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കൊടുത്തോടുകൂടി ആപ്പിൻ്റെ ആ ഒരു ഫയൽസ് എല്ലാം ഇത് ചെയ്ത് സൈൻ ചെയ്ത് അയച്ച് ആ ഒരു ക്ലൗഡിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ PC അല്ല ഫോണിനകത്തേക്ക് iPhoneനകത്തേക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ലൈക്ക് ഞാൻ വയേർഡ് നെറ്റ്വർക്ക് മാറ്റി ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വൈഫൈയിലാണ് ഇത് ചെയ്തേക്കുന്നത്, കാരണം കുറച്ച് സ്ലോ ആണ് നെറ്റ്. കേസ് നിങ്ങൾക്ക് ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡൺ എന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം ഓക്കെ ഫോൺ എടുത്തിട്ടുണ്ട്. ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മൊമെൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഓപ്പൺ ആക്കുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺട്രസ്റ്റഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞ് വരും. ഈ ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതാവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്തേക്ക് വരാം. സെറ്റിങ്സിനകത്തേക്ക് വന്നതിന് ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് വരാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ഈ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുക.
ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളോട് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ഫോണൊന്ന് ആപ്പിളിൻ്റെ ഐഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാനായിട്ട് വീണ്ടും ഒരു പോപ്പപ്പ് വരും. ആ ഒരു പോപ്പപ്പിനകത്ത് ടേൺ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ മോഡ് ഓൺ ആയിട്ട് കിട്ടും. ആൻഡ് ഈ ഒരു ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയിട്ടതിന് ശേഷം നിങ്ങൾ എവിടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ചുമ്മാ സെർച്ച് ചെയ്യണേൽ VPN എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, VPN എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യാം. അതിനകത്ത് ഡെവലപ്പർ ആപ്പ് എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് ആ ഒരു ഭാഗം ബ്ലർഡാണ്, പേര് ബ്ലർഡാണ്, എൻ്റെ നമ്പറാണ്, ഫോൺ നമ്പറാണത്. ആ ഒരു സംഭവം നിങ്ങൾ ഇത് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കാം. ട്രസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു സംഭവം ട്രസ്റ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇത് സംഭവം ഈ ഒരു ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രസ്റ്റ് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മളിനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഗൈസ്, നമ്മുടെ ഈ ഒരു സംഭവം ഫുള്ളി സക്സസ്ഫുള്ളി ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്ന സംഭവം പെയ്ഡ് ആപ്പിൻ്റെ ക്രാക്കാണിത്, ക്രാക്കിൻ്റെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനുള്ളത്. ഏതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു IPA ഫയൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇതുപോലെ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതിൻ്റെ വേറെ ഏതെങ്കിലും മെത്തേഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ചെയ്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ തരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ. Anything you want, anything you need, your mind's got the key ingredient, it's belief. Better see with the negative